പ്രിയപ്പെട്ടവരെ, ഭരണകൂടത്തെയും അധികാര കേന്ദ്രങ്ങളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നേറുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ജൻസി മൂവ്മെന്റ് ആഗോള ശ്രദ്ധ നേടുകയാണ്. അനുദിനം നിരവധി പേരാണ് CJPയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഇന്ത്യയിലെ കോക്രോച്ച് മൂവ്മെന്റിന് സമാനമായി പാകിസ്ഥാനിലും കോക്രോച്ച് പാർട്ടി എന്ന പേരിൽ സോഷ്യൽ മീഡിയ പേജുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വിവിധ പേരുകളിൽ പലയിടങ്ങളിലായാണ് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നത്. CJPയെ പ്രതിരോധിക്കാൻ ഓഗി ജനതാ പാർട്ടി എന്ന അക്കൗണ്ടും സമൂഹ മാധ്യമത്തിൽ ഉദയം കൊണ്ടിട്ടുണ്ട്. കോക്രോച്ച് പാർട്ടിയുടെ അടിത്തറ ഇളക്കാനും അവരെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനുമുള്ള അതീവ രഹസ്യവും ആസൂത്രിതവുമായ നീക്കമാണോ ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഇക്കാര്യമാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നതും. അനേന നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. അനേന, ഗുഡ് മോർണിംഗ്. ഈ കോക്രോച്ച് പാർട്ടിയുടെ ഉദയം ചെയ്യൽ മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ നോക്കൂ, ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും യുവാക്കളെ, തൊഴിലില്ലാത്ത യുവാക്കളെ, അവരെ പാറ്റകളുമായി ഉപമിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഒരു ആക്ഷേപഹാസ്യം എന്ന രീതിയിൽ, ഒരു സറ്റയർ ഫോം എന്ന രീതിയിൽ ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ് CJP. പക്ഷേ പിന്നീട്, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ ഒരു മൂവ്മെന്റ് തുടങ്ങുന്നു. അതിന് പിന്നാലെ തന്നെ നോക്കൂ, ഒരു വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഇപ്പോൾ തന്നെ അവരുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ 2 കോടി കടന്നിട്ടുണ്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം. എക്സ് അക്കൗണ്ടിന് വിലക്ക് വന്നിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ഭാഗത്ത് ഒരു വിലക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വിലക്കിയതിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുള്ളത് ഈ അക്കൗണ്ടിൻ്റെ ആധികാരികത സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ട്, IB റിപ്പോർട്ടുണ്ട്. അതിനൊക്കെയും അപ്പുറം ഇവരുടെ ഈ ഒരു വളർച്ചയിൽ ഇപ്പം മെഹുവ മൊയ്ത്ര MP അടക്കം പലരും ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസ് ആവട്ടെ, BJP ആകട്ടെ, ഇന്ത്യയിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ ഇതിൽ കാര്യമായി പ്രതികരിച്ചിട്ടില്ല. അവരെല്ലാം സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. അതിനൊപ്പമാണ് പല രാജ്യങ്ങളിൽ ഈ പേരിൽ അക്കൗണ്ടുകൾ ഉണ്ടാകുന്നതും അവരുടെ ഈ മറ്റ് കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നതുമൊക്കെയും. അപ്പോൾ നിലവിലെ ഈ ഒരു സാഹചര്യം എങ്ങനെ നമ്മൾ നോക്കണം? അതിനൊപ്പം തന്നെ പല പാർട്ടികളും ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. ഇപ്പം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കോക്രോച്ച് രൂപീകരിക്കപ്പെട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വന്നതാണ് പാരസൈറ്റ് PFA എന്ന് പറയുന്ന പാർട്ടി, പാരസൈറ്റ് ഫ്രണ്ട് പാർട്ടി. അപ്പം അവരുടെ കാര്യം അതേപോലെ തന്നെ പിന്നീട് ഇപ്പോൾ വേറൊരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ പൊതുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോക്രോച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നമുക്കറിയാം, വെറും 5 ദിവസം കൊണ്ടാണ്, അതായത് മെയ് 16-നാണ് ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു അക്കൗണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് അഭിജിത്ത് ദീപ്കെ എന്ന ഒരു വ്യക്തി ഈ അക്കൗണ്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 5 ദിവസം കഴിയുമ്പോഴേക്കും ഈ 2 കോടി ആളുകളാണ് ഈ ഒരു CJPയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. വളരെ വേഗം വളർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. അത്രയും ആളുകൾ പിന്തുണയെ അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് നമുക്കറിയാം ഈ സാമൂഹ്യ ഇടപെടൽ, ഈ CJPയുടെ സാമൂഹിക ഇടപെടൽ ശക്തമായതോടെ തന്നെയാണ് ഈ എക്സ് അക്കൗണ്ട്, ഇവർ 2 ലക്ഷം ഫോളോവേഴ്സുള്ള എക്സ് അക്കൗണ്ട് കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയത്. അതിന് പിന്നാലെ തന്നെ മറ്റൊരു അക്കൗണ്ട് ഉടനെ തന്നെ തുറന്നു. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഈസ് ബാക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു അക്കൗണ്ട്, എക്സ് അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. അതായത് ഞങ്ങളെ ഒരിക്കലും അടിച്ചമർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ തുടച്ചു നീക്കാൻ കഴിയില്ല എന്ന ഒരു ശക്തമായ കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് രണ്ടാമതും ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ടായത്. അപ്പോഴും കേന്ദ്രം അതിൽ വിശദീകരിക്കുന്നത് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നിലപാടുകളും ഒക്കെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിവരങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് പാർട്ടികൾ ആരും, മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് നേതാക്കളോ ആരും തന്നെ ഇതിനെതിരെ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇതിനിടയിൽ തന്നെയാണ് OJP, അതായത് ഓഗി ജനതാ പാർട്ടി എന്നൊരു പാർട്ടി ഉദയം കൊള്ളുന്നത്. അതും ഇത്തരത്തിൽ ഈ CJPക്ക് എതിരെയാണ് ഉദയം കൊണ്ടിട്ടുള്ളത്. അത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. കാരണം CJP കേന്ദ്ര നിലപാടുകളെയും കേന്ദ്ര നീക്കങ്ങളെയും ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഇന്നലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ വലിയൊരു ക്യാമ്പയിനും, ശക്തമായ ക്യാമ്പയിനും തുടക്കമിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് CJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഈ ഓഗി ജനതാ പാർട്ടി വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ആളുകൾ ഉയർത്തുന്ന ഒരു ചോദ്യം, ഈ ഒരു സംശയം എന്ന് പറയുന്നത്, ഇത് BJPയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ വന്നൊരു സാമൂഹിക അക്കൗണ്ടാണോ ഈ CJPയെ മൊത്തത്തിൽ തുടച്ചു നീക്കാൻ, അവരെ
രാഷ്ട്രീയ മുഖത്ത് നിന്ന് ശരി ഇല്ലാതാക്കാൻ ശരി തന്നെയാണ്. ഇപ്പൊ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ജെൻസി മൂവ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലേക്കൊക്കെ ഇത് പോകുമോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തുടരുന്ന ഒരു മൗനമുണ്ട്. ഇതിൽ കാര്യമായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ശശി തരൂരൊക്കെ ഒരു പ്രതികരണം നടത്തി. പിന്നീട് അത് അദ്ദേഹം തന്നെ അത് മാറ്റിയിരുന്നു. അതിലേക്ക് പിന്നീട് കൂടുതൽ അദ്ദേഹം അങ്ങ് പിടിക്കാൻ നിന്നില്ല. അപ്പം രാഷ്ട്രീയ പാർട്ടികളൊക്കെ പിന്തുടരുന്ന ഒരു മൗനവും, എന്നാൽ ഇതിനുണ്ടാകുന്ന ഒരു ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഒരു വലിയ ആശങ്കയായി, അതല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്.